الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصرهم على أعدائهم يا رب العالمين. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി ഉണ്ടാകാനിടയായ നബിയുടെ ഉംറയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അതിനെ തുടർന്ന് ഖുറൈശികളുമായി ഉണ്ടായ സന്ധി സംഭാഷണങ്ങളാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഹിജ്റ 6-ാമത്തെ വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യുമെന്ന്, കഅബ തവാഫ് ചെയ്യുമെന്ന് സ്വപ്നം കാണുകയും എന്നിട്ട് അതിനു വേണ്ടിയുള്ള യാത്ര പുറപ്പെടുകയും ചെയ്തത്. അങ്ങനെ നോക്കൂ, അവർ ഹുദൈബിയയിൽ എത്തിച്ചേർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉംറയ്ക്ക് വേണ്ടി വന്നതാണ്, യുദ്ധത്തിന് വന്നതല്ല. നബിയുടെ ഒട്ടകം മുന്നോട്ട് നീങ്ങാതെ മക്കയുടെ അതിർത്തിയിൽ പ്രവേശിക്കാതെ ഉള്ളോട്ടേക്ക് കടക്കാതെ നിന്നു. മുമ്പ് കഅബ തകർക്കാൻ വന്നവരുടെ ആനയെ അള്ളാഹു പിടിച്ചുവെച്ചതുപോലെ പിടിച്ചുവെച്ചതാണ് ഇതിനെയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹുർമാത്ത്, അവൻ പവിത്രമാക്കിയ കാര്യങ്ങൾ ചിന്താതെ സമാധാനത്തിൽ മുന്നോട്ടു പോകാൻ ഏതൊരു നീക്കം അവർ മുന്നോട്ട് വച്ചാലും, എന്ത് നിബന്ധന ഖുറൈശികൾ പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയോട് സംസാരിക്കാൻ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫിയെ പോലെയുള്ള ആളുകൾ വന്നു. അവർ ഖുറൈശികളുടെ അരികിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഖുറൈശികളോട് സംസാരിക്കാൻ സഹാബിമാരിൽ ഒരാളെ പറഞ്ഞയക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അതിനുവേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. ഉമറിനോട് അക്കാര്യം ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേക്കറിയാം ഖുറൈശികൾക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ എന്താണ്? ഞാനാണ് അവരോട് ഏറ്റവും കടുത്ത വിരോധമുള്ളയാൾ എന്ന് അവർക്ക് എന്നെ കുറിച്ച് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ നബിയെ, താങ്കൾ ഉസ്മാനെ അങ്ങോട്ടേക്ക് നിയോഗിച്ച. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനെ അവർ കണ്ടിരുന്നത് ഉമറിനെ കാണുന്നത് പോലെയല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളോട് സംസാരിക്കാനായി പറഞ്ഞയച്ചു. ഉസ്മാൻ മക്കയിലേക്ക് കടന്നു ചെന്നു. ഉസ്മാനെ കണ്ടപ്പോൾ ഖുറൈശികളിൽ അബാൻ ഇബ്നു സഈദ് ഇബ്നു ആസ് എന്നു പേരുള്ള ആൾ ഉടനെ ഉസ്മാന് അഭയം നൽകുകയുണ്ടായി. അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ്. മുമ്പ് അബൂബക്കർ സിദ്ദീഖിന് ഇബ്നു ദഗിന എന്നയാൾ അഭയം നൽകിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ അഭയം നൽകിയാൽ
ആ അഭയം ലംഘിച്ചുകൊണ്ട് ആരും ഇദ്ദേഹത്തെ ഉപദ്രവിക്കുകയില്ല. അബാൻ ബിൻ സഈദ് ബിൻ ആസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അഭയം നൽകുകയും അങ്ങനെ ഉസ്മാൻ ഖുറൈശികളിലെ നേതാക്കന്മാരുടെ പ്രമുഖരായ ആളുകളുടെ അരികിലേക്ക് ചെല്ലുകയും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഉദ്ദേശിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വന്നതാണ്, അതുപോലെ വേണമെങ്കിൽ നിങ്ങളുമായി സന്ധിക്ക് തയ്യാറാണ് പോലെയുള്ള കാര്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അങ്ങനെ സംസാരം നീണ്ടുപോയി. കാരണം അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളിലായി. ചർച്ച നീണ്ടുപോയി. അതിനിടയിൽ അവർ ഉസ്മാനോട് പറഞ്ഞു, ഇൻ ശിഅ്ത അൻ തതൂഫ ബിൽ ബൈതി ഫതുഫ് ബിഹ്. ഉസ്മാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഅബ തവാഫ് ചെയ്യാം, നിങ്ങൾ തവാഫ് ചെയ്ത് പോയിക്കോളൂ. ഉസ്മാനോട് പെരുമാറുന്ന രൂപം നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കഅബ തവാഫ് ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യാതെ ഞാൻ ചെയ്യിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും അവിടെ ഉംറയ്ക്ക് വന്ന് അവരിത് ചെയ്യാതെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതെ ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാത്തത് മുസ്ലിമീങ്ങൾ കാണുകയാണ്. നേരം വൈകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവരവിടെ ചർച്ചകളിലായിരുന്നു. പക്ഷെ മുസ്ലിമീങ്ങൾ വിചാരിച്ചു ഉസ്മാൻ അവർ എന്തെങ്കിലും രൂപത്തിൽ അപായപ്പെടുത്തി, ഉസ്മാൻ അവർ കൊന്നുകളഞ്ഞോ എന്ന രൂപത്തിലുള്ള ചിന്ത മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തോന്നലുണ്ടായപ്പോൾ പറഞ്ഞു, ഇവരെ തുടച്ചു നീക്കാതെ, ഇവരോട് യുദ്ധം ചെയ്യാതെ നമ്മളിവിടുന്ന് പിരിഞ്ഞു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ സഹാബികളോട് മുഴുവൻ 1400 പേർ വരുന്ന സഹാബിമാരോട് അവരുടെ കൈപിടിച്ച് കരാർ വാങ്ങുകയുണ്ടായി. അതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായ ബൈഅത്തുർ റിദ്വാൻ എന്ന് അറിയപ്പെടുന്ന സംഭവം. ബൈഅത്തുർ റിദ്വാൻ, ആ പ്രതിജ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. ആ മരത്തിന്റെ ഒരു കൊമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് താണിട്ടായിരുന്നു നിന്നിരുന്നത്. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ആ കൊമ്പിങ്ങനെ ഉയർത്തിപ്പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഓരോരുത്തരോട്, ഈ സഹാബി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സഹാബിമാരോടും കരാർ വാങ്ങുകയാണ്. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് അവരോട് പോരാടുമെന്ന്, അവരോട് യുദ്ധം ചെയ്യുമെന്ന് സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ ചെയ്യുകയുണ്ടായി. സഹാബിമാരിൽ എല്ലാവരും ആ കരാർ ചെയ്തു. ഒരാളൊഴികെ, ഒരു മുനാഫിഖായിരുന്ന ജദ്ദ് ഇബ്നു ഖൈസ് എന്നു പേരുള്ള ഒരാളൊഴികെ ബാക്കി എല്ലാവരും ആ ബൈഅത്തിൽ പങ്കെടുത്തു. ശ്രേഷ്ഠമായ ഉന്നതമായ പദവിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ ബൈഅത്തിൽ പങ്കെടുത്തവർക്കുള്ളത്. നബിയുടെ സഹാബിമാരിൽ ചിലർ അവരിലെ ഉപ്പയും മകനും രണ്ടുപേരും നബിയോട് ഈ പ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെയുള്ള രണ്ട് സഹാബിമാരാണ് ഉമറും, ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹുമാ. നോക്കൂ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുകയാണ്, ഇന്ന الناس يتحدثون أن ابن عمر أسلم قبل عمر. ആളുകൾ പറയുന്നു ഉമറിന് മുൻപേ ഞാൻ ഇബ്നു ഉമർ മുസ്ലിം ആയിട്ടുണ്ട് എന്ന്. വലൈസ കദാലിക്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. മറിച്ച് വലാകിന്ന ഉമർ റളിയല്ലാഹു അൻഹു യൗമൽ ഹുദൈബിയ, മറിച്ച് ഹുദൈബിയ സന്ധിയിൽ, ഇത് നാഫിഅ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മകൻ നാഫിഅ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അല്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മകൻ നാഫിഅ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം പറയുകയാണ്,
ജനങ്ങൾ പറയുന്നു ഉമറിന് മുൻപേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുസ്ലിമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹുദൈബിയ സന്ധിക്കിടയിൽ ഉമർ എന്ത് ചെയ്തു? അർസല അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇലാ ഫറസിൻ ലഹു ഇൻദ റജുലിൻ മിനൽ അൻസാർ യഅതി ബിഹി ലിയുഖാതില അലൈഹി. ഉമർ ഒരു കുതിരയെ, തന്റെ ഒരു കുതിര അൻസാരിയായ മറ്റൊരു സഹാബിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വാങ്ങാൻ വേണ്ടി, യുദ്ധത്തിന് അതിനെ ഉപയോഗിക്കാൻ അത് വാങ്ങി വരാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പിതാവ് ഉമർ പറഞ്ഞയച്ചു. അങ്ങനെ പോയ സമയത്ത് എന്ത് കാണുകയാണ്? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബായിഉ ഇൻദ ഷജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരച്ചുവട്ടിൽ വെച്ച് ആളുകളോട് ബൈഅത്ത് വാങ്ങുകയാണ്. വഉമർ ലാ യദ്രി ബിദാലിക. ഉമർ അത് അറിഞ്ഞിട്ടില്ല. ഉമർ കുതിരയെ വാങ്ങാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഫബായഅഹു അബ്ദുല്ലാഹ് ثم ذهب الى الفرس. ഇത് കണ്ടപ്പോൾ പിതാവായ ഉമറിന് മുൻപേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു, പ്രതിജ്ഞ ചെയ്തു. ثم ذهب الى الفرس. എന്നിട്ട് കുതിരയെ വാങ്ങാൻ പോയി. فجاء به عمر. അത് വാങ്ങി ഉമറിന്റെ അരികിൽ ചെന്നു. وعمر يستلئم للقتال. ഉമർ യുദ്ധത്തിനു വേണ്ടി പടയങ്കി അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. فأخبره أن رسول الله صلى الله عليه وسلم يبايع تحت شجرة. നബി ആ മരത്തിന് കീഴിൽ ആളുകളോട് ബൈഅത്ത് വാങ്ങുന്നു എന്ന് ഇദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പിതാവായ ഉമറിനെ അറിയിച്ചു. فانطلق فذهب معه حتى بايع رسول الله صلى الله عليه وسلم. അപ്പോൾ ഉമർ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. ഉപ്പയേക്കാൾ മുൻപേ മകനായിരുന്നു ആ ബൈഅത്ത് ചെയ്തത്. പക്ഷെ ആളുകൾ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് പറയാൻ തുടങ്ങിയത് ഉമറിനേക്കാളും മുൻപേ ഇബ്നു ഉമർ മുസ്ലിമായിട്ടുണ്ട് എന്ന്. ആ സംഭവം അവർക്ക് മാറിപ്പോവുകയാണ്. ആളുകൾ അങ്ങനെയാണ് ചിലപ്പോൾ കാര്യങ്ങൾ അതിൻ്റെതല്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കിയേക്കും. അങ്ങനെ നോക്കൂ, ആ ബൈഅത്തിൽ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത സഹാബിയായിരുന്നു സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു. ഈ സഹാബിയുടെ പേര് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ദൂഖറാത്ത് എന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്ന ആ യുദ്ധത്തിന്റെ വേളയിൽ ഒറ്റക്ക് മദീനയിലെ ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു കൊണ്ടുപോയ, മദീനയിൽ അതിക്രമിച്ചു കയറി ഒട്ടകങ്ങൾ എടുത്തുകൊണ്ടുപോയ ആളുകളെ പിന്നാലെ ചെന്ന് അവരിൽ നിന്നത് ഒറ്റക്ക് തിരിച്ചു പിടിച്ച സഹാബിയായിരുന്നു ആര്? സലമത്ത് ഇബ്നു അൽ അക്വ റളിയല്ലാഹു അൻഹു. ഈ സഹാബി ജനങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോൾ, ഈ പ്രതിജ്ഞ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് ആദ്യം ബൈഅത്ത് ചെയ്യുന്ന ആളുകളുടെ കൂടെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഏതാണ്ട് പകുതി ആളുകൾ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമയെ വിളിച്ചിട്ട് പറയാണ്, ബായ യാ സലമ, സലമ ബൈഅത്ത് ചെയ്യൂ. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ ആദ്യം ബൈഅത്ത് ചെയ്ത ആളുകളുടെ കൂടെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യബൻ, എങ്കിലും എന്നാലും സലമത്ത് ഇബ്നുൽ അക്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് ആ ബൈഅത്ത് ചെയ്യുക. അങ്ങനെ ഒടുവിൽ ആളുകൾ കഴിയാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമയെ വിളിച്ചിട്ട് പറഞ്ഞു, ബായ യാ സലമ, സലമ ബൈഅത്ത് ചെയ്ത. സലമത്ത് ഇബ്നുൽ അക്വ പറഞ്ഞു, നബിയെ ഞാൻ തുടക്കത്തിൽ ബൈഅത്ത് ചെയ്ത ആളുകളുടെ കൂടെയും മധ്യത്തിൽ ചെയ്ത ആളുകളുടെ കൂടെയും ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅയബ, എന്നാലും ഇനിയും. സലമ റളിയല്ലാഹു അൻഹു അങ്ങനെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമയുടെ ധീരത മുന്നിൽ കണ്ടിട്ടായിരിക്കാം, അല്ലാഹു അലം, അങ്ങനെ 3 തവണ സലമയോട് ബൈഅത്ത് വാങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അവിടുത്തെ വലത് കൈ ഇടത് കൈയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇതാരുടെ കൈയാണ്? ഉസ്മാന്റെ കൈയാണ്. നോക്കൂ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്തവരുടെ ശ്രേഷ്ഠതയുണ്ട്. ഏതുപോലെ ഉസ്മാൻ അതുപോലെ ലഭിച്ചിട്ടുണ്ട്. എവിടെ? ബദറിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബദറിലെ അതിൽ പങ്കെടുത്ത ആളുകളുടെ പ്രതിഫലവും പങ്കെടുത്ത ആളുകളുടെ യുദ്ധാർജിത സ്വത്തിലെ ഓഹരിയും നൽകിയിട്ടുണ്ട്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഉസ്മാന്റെ ഭാര്യ ആ സമയത്ത് രോഗിയായിരുന്നതുകൊണ്ട് അവരെ പരിചരിക്കാൻ ഉള്ളതുകൊണ്ട് ബദറിലേക്ക് പോകാതിരുന്നതായിരുന്നു. നോക്കൂ, നിങ്ങൾ ഓടിപ്പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് അവർ
ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഈ 1400 സഹാബിമാർ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. ഒരാൾ ഒഴികെ ജദ്ദ് ഇബ്നു ഖൈസ് എന്നു പേരുള്ള മുനാഫിഖായിരുന്ന ഒരാൾ ബൈഅത്ത് ചെയ്തില്ല. ആളുകളെല്ലാം ബൈഅത്ത് ചെയ്യുമ്പോൾ അയാൾ ഒരു സ്ഥലത്ത് മറഞ്ഞിങ്ങനെ ഇരുന്നു. നിങ്ങൾ എത്ര വലിയ സൗഭാഗ്യമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയത്, എത്ര വലിയ സൗഭാഗ്യമാണ് നഷ്ടപ്പെട്ടു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലുകും മഗ്ഫൂറുൻ ലഹ്, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു പാപമോചനം നൽകിയിരിക്കുന്നു. ഇല്ലാ സാഹിബൽ ജമലിൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകത്തിന്റെ ആളൊഴികെ. അതാരായിരുന്നു? ജദ്ദ് ഇബ്നു ഖൈസ് എന്നു പേരുള്ള ആളാണ്. അയാൾ തന്റെ ഒട്ടകത്തെ തെരഞ്ഞിങ്ങനെ പിന്നീട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടും വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ, അല്ല എനിക്കിതാണ് വലുത് എന്ന് പറഞ്ഞൊരു ഒട്ടകത്തെ അന്വേഷിച്ചു പോയി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് ഒരുവന് തൗഫീഖ് നൽകിയില്ല എങ്കിൽ, നന്മയിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് ചെയ്തില്ല എങ്കിൽ, നന്മ നിന്റെ മൂക്കിൻ തുമ്പത്ത് എത്തിയിട്ടും കാര്യമില്ല, സ്വീകരിക്കാൻ കഴിയില്ല, ചെയ്യാൻ സാധ്യമല്ല. എന്തായിരുന്നു അബൂ താലിബിന്റെ സ്ഥിതി? അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു, നബിക്കെല്ലാ സഹായങ്ങളും നൽകി ജീവിച്ച ആളാണ്. പക്ഷേ നബി അള്ളാഹു ഏതൊരു സന്മാർഗവുമായി നിയോഗിച്ചുവോ അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം അബൂ താലിബിന് ഉണ്ടായിട്ടില്ല, അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടില്ല. നേരെ തിരിച്ച് സൽമാൻ റളിയല്ലാഹു അൻഹു നോക്കൂ നിങ്ങൾ, ദൂരെയുള്ള നാട്ടിൽ നിന്ന് പല നാടുകൾ താണ്ടി അന്വേഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഹിദായത്ത് വീട്ടിനകത്തുണ്ടായിട്ട് അബൂ താലിബിന് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വെളിച്ചം അത് കാതങ്ങൾ അകലെയാണ്. ഇത് തേടി വന്ന് സ്വീകരിച്ചു. റബ്ബിന്റെ തൗഫീഖാണ്, അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹു എല്ലാവർക്കും അത് നൽകുകയില്ല. അവൻ ഉദ്ദേശിച്ചവർക്ക്, അവൻ അനുഗ്രഹം ചൊരിയാൻ ഉദ്ദേശിച്ചവർക്ക് ഔദാര്യമായി അല്ലാഹു നൽകുന്നതാണ്. നോക്കൂ, ഈ ബൈഅത്തിൽ പങ്കെടുത്ത സഹാബിമാരുടെ ശ്രേഷ്ഠത അത് ചില്ലറ ശ്രേഷ്ഠതയല്ല. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് സ്വർഗം വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവർക്ക് മുഴുവൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്താണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? സൂറത്തുൽ ഫത്ഹിൽ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം فأنزل السكينة عليهم وأثابهم فتحا قريبا لقد رضي الله عن المؤمنين. ആ മുഅ്മിനുകൾക്ക് അല്ലാഹു അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന് കീഴിൽ വെച്ച് അവർ താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത, പ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിൽ, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയം ശുദ്ധമായ ഹൃദയമാണ് എന്നത് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് സഹാബത്തിന് ഇനി ഒരാളുടെയും സാക്ഷ്യം ആവശ്യമില്ല. ഒരാളുടെ കുറ്റപ്പെടുത്തലും അവർക്കൊരു പോറലും ഏൽപ്പിക്കുകയില്ല. കാരണം അല്ലാഹുവാണ് അവർക്ക് സാക്ഷ്യം നൽകിയത്. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. ഫഅൻസല അസ്സകീനത അലൈഹിം, അവർക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തിരിക്കുന്നു. വഅസാബഹും ഫത്ഹൻ ഖരീബ, അടുത്തു തന്നെ ഉള്ള വിജയം അല്ലാഹു അവർക്ക് നൽകിയിരിക്കുന്നു. അവർക്കുള്ളതായിരുന്നു ഖൈബറിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിജയം. നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ, ആ മരത്തിനു താഴെ വെച്ച് ബൈഅത്ത് ചെയ്ത, പ്രതിജ്ഞ ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത ഒരൊറ്റൊരാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മരത്തിന് കീഴെ വെച്ചായിരുന്നു ഈ മഹത്തായ ബൈഅത്ത്, ഉന്നതമായ ഈ പ്രതിജ്ഞ ഉണ്ടായത്. അല്ലാഹു അത് അവർക്ക് നൽകിയ തൗഫീഖാണ്, അല്ലാഹു അവർക്ക് നൽകിയ സൗഭാഗ്യമാണ്. അടുത്ത വർഷം അവർ ഉംറക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും പറയുന്നത് കാണാം, സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. ഇബ്നു ഉമർ പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ അതിലൂടെ കടന്നുപോയി, പക്ഷേ فمجتمع منا اثنان على الشجرة التي بايعنا تحتها, ഞങ്ങൾ
രണ്ടുപേർക്ക് പോലും പിന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കാൻ സാധിച്ചില്ല. ആ മരം അവർക്ക് മനസ്സിലാകാതെ പോയി. ഫകാനത് റഹ്മതൻ മിൻ അല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യമായിരുന്നു അത്. ആ മരം അവർക്ക് പിന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ പറയുകയുണ്ടായി, വൽ ഹിക്മതു ഫി ഇഖ്ഫാഇഹാ, അല്ലാഹു അത് മറച്ചു വെച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അല്ലാ യഹ്സുല ബിഹാ ഇഫ്തിതാനുൻ ലിമാ വഖഅ തഹ്തഹാ മിനൽ ഖൈർ, അതിന്റെ ചുവട്ടിൽ വെച്ച് ആ നന്മ, ആ വലിയ ഖൈറുണ്ടായി എന്നതുകൊണ്ട് പിന്നെ ആരും ഫിത്നയിലാകാതിരിക്കാനാണ്. എന്താണത്? ഫലൗ ബഖിയത്, അതെങ്ങാനും അവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ലമാ ഉമിന തഅദീമു ബഅദിൽ ജുഹാലി ലഹ, പിന്നീട് പല ജാഹിലുകളും വന്ന് അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങും. അതില്ല എന്ന്, അത് നടക്കുകയില്ല എന്ന് ഉറപ്പ് തരാൻ ആർക്ക് സാധിക്കും? ഹത്താ റുബ്ബമാ അഫ്ദാ ബിഹിം ഇലാ ഇഅ്തിഖാദി അന്ന ലഹാ ഖുവ്വത നഫ്ഇൻ ഔ ദുർറിൻ, ഈ മരം ഉപകാരോപദ്രവങ്ങൾ ചെയ്യും എന്ന വിശ്വാസത്തിലേക്ക് വരെ അത് നയിച്ചേക്കാം. കമാ നറാഹുൽ ആന മുശാഹദൻ ഫീമാ ഹുവ ദൂനഹ, ഇത്രയൊന്നും സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത പലയിടങ്ങളിലും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു മരം, അതിനു ചുറ്റും ആളുകൾ ചുറ്റുകയാണ്, അതിനെ തൊട്ട് ബറക്കത്തെടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഉംറക്ക് പോയ ആളുകൾ വരെ അതിലുണ്ടായിരുന്നു. പിന്നീട് തട്ടത്തിന്റെ പുറത്ത് എഴുതിയത് മലയാളത്തിൽ അക്ഷരങ്ങളാണ്, ട്രാവൽസിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബറക്കത്തെടുക്കുകയാണ്. അത് ചിന്തിച്ചു നോക്കും. ഇത്രയും തൗഹീദ് പ്രബോധനം നടന്നിട്ടുള്ള ഈ നാട്ടിൽ നിന്ന് പോയവരാണ് ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ കൂടുന്നതെങ്കിൽ ബാക്കിയുള്ള കൗമിന്റെ സ്ഥിതി എന്തായിരിക്കും? ആ നാട്ടിലെ ഭരണകൂടം മക്കയിൽ അമീറിന്റെ കൽപ്പന പ്രകാരം മുറിച്ചു നീക്കിയത്, അത് മുറിച്ചു നീക്കുകയുണ്ടായി. ഇതാണ് ആളുകളുടെ സ്ഥിതി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിജയം ലഭിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക? ഇങ്ങനെ ശിർക്കിന്റെ വിശ്വാസവുമായി ആണ് ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നോക്കൂ, പിൽക്കാലത്ത് ഹുദൈബിയ സന്ധി ബൈഅത്തുർ റിദ്വാൻ നടന്ന മരം ഇതായിരുന്നു എന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ അരികിലേക്ക് ആളുകൾ പോകാനും അവിടെ ഇബാദത്ത് ചെയ്യാനും ആരംഭിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മുറിച്ചു മാറ്റാൻ കൽപ്പന കൊടുത്തു. ബിൻ സഅദ് അതുപോലുള്ള മറ്റു പലരും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈഅത്തുർ റിദ്വാൻ നടന്നത് ഇന്ന മരമാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അതിന്റെ അടുത്ത് ചെന്ന് ഇബാദത്ത് ചെയ്യാനും മറ്റും തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മുറിച്ചു മാറ്റാൻ ഉത്തരവിട്ടു. അതാണ് മുസ്ലിമീങ്ങൾ പിൻപറ്റേണ്ടുന്ന മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചെടുത്ത് നിന്ന് അല്ലാഹു എങ്ങനെ ബറക്കത്തെടുക്കാൻ പഠിപ്പിച്ചുവോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന, അങ്ങനെ മാത്രമേ ബറക്കത്തെടുക്കാൻ നമുക്ക് പാടുള്ളൂ. അതല്ലാത്ത ഈ രൂപത്തിലുള്ള ശിർക്കിലേക്ക് നയിക്കുന്ന തബറുക്കിന്റെ ബറക്കത്തെടുക്കുന്ന രൂപങ്ങൾ സ്വീകരിക്കുക എന്നത് നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. ഇതാണ് പ്രസിദ്ധമായ ബൈഅത്തു റിദ്വാൻ. ഇതിന് ശേഷം എന്തുണ്ടായി? ഈ ബൈഅത്ത്, ഈ പ്രതിജ്ഞ ഇങ്ങനെ നടന്നുവന്ന് ഖുറൈശികൾ അറിഞ്ഞു, മുശ്രിക്കുകൾ കേട്ടു. ഇതറിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ ഭയം തോന്നി, അവർക്ക് പേടി തോന്നി. അങ്ങനെ അവരിൽ വിവേകമുള്ള ചില ആളുകൾ പറഞ്ഞു, നമുക്ക് മുസ്ലിമീങ്ങളുമായി ഒരു സന്ധിയിലെത്തിച്ചേരാം, സമാധാനത്തിൽ പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അവരിൽ ചില ആളുകൾ അവർക്കതിഷ്ടമായിരുന്നില്ല. അവർ യുദ്ധം തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ ആ അഭിപ്രായമുള്ള 80 ആളുകൾ അവരായുധമെടുത്ത് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സമയത്ത് അവരെ നശിപ്പിക്കാൻ, അവരെ കൊന്നെടുക്കാൻ വേണ്ടി വരികയുണ്ടായി.
എന്നാൽ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശ്രദ്ധയോടെ അവിടെ നിന്നിരുന്നു. അവരെന്ത് ചെയ്തു? ഈ 80 ആളുകളെ അവരെ ഒന്നാകെ പിടിച്ചു. അവർക്ക് പോകാൻ സാധിക്കാത്ത, രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ 80 ആളുകളെ ശിക്ഷിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടയച്ചു. അത് സമാധാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ സഹായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച വലിയൊരു നടപടിയായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വഹുവല്ലദീ കഫ അയ്ദിയഹും അൻകും വഅയ്ദിയകും അൻഹും ബിബത്നി മക്കത മിൻ ബഅദി അൻ അദ്ഫറകും അലൈഹിം വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അല്ലാഹു അവനാണ് കഫ അയ്ദിയഹും അൻകും, അവരുടെ കൈകൾ നിങ്ങൾക്ക് മുകളിൽ പതിക്കാതെ പിടിച്ചു വെച്ചത്. അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. വകഫ അയ്ദിയകും അൻഹും, നിങ്ങൾ അവരെയും ഒന്നും ചെയ്യാതെ പിടിച്ചു നിർത്തിയത് അല്ലാഹുവാണ്. ബിബത്നി മക്ക, മക്കയിൽ വെച്ച്. മിൻ ബഅദി അൻ അദ്ഫറകും അലൈഹിം, നിങ്ങൾക്ക് അവരെ കയ്യിൽ കിട്ടിയതിനു ശേഷം. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടയച്ചു. അതിനുശേഷം അതാ മുസ്ലിമീങ്ങളുമായി സന്ധി ഉണ്ടാക്കാൻ തന്നെ ഖുറൈശികൾ തീരുമാനിച്ചു. സന്ധി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സന്ധിക്ക് വേണ്ടി സംസാരിക്കാൻ, സന്ധി ഉണ്ടാക്കാൻ, അത് എഴുതി തയ്യാറാക്കാൻ വേണ്ടി സുഹൈൽ ബിൻ അമറിനെ മുശ്രിക്കുകൾ നിയോഗിക്കുകയാണ്. സുഹൈൽ ബിൻ അമർ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി സുഹൈൽ വരുന്നത് സന്ധിക്കാൻ. സുഹൈലിനെ അവർ നിയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ സന്ധി ഉണ്ടാക്കാനാണ് അവർ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനെ കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഖദ് സഹുല ലക്കും മിൻ അംരിക്കും. സുഹൈൽ ബിൻ അമർ എന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ എളുപ്പം സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഖദ് സഹുല ലക്കും മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യം എളുപ്പമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നല്ല പേരുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല പേരുകൾ കേൾക്കുക എന്നത് നല്ല ലക്ഷണമാണ്. നല്ല വാക്കുകൾ കേൾക്കുക എന്നത് നല്ല ലക്ഷണമാണ്. ദുഷ്യഗുണം എന്നൊന്ന് ഇല്ല, ശുഭമില്ല. എവിടേക്കെങ്കിലും പോകാനിറങ്ങിയാൽ ഇന്ന് അവന്റെ മുഖത്തേക്കാണ് ആദ്യം തന്നെ നോക്കിയത്, അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇന്നൊരു കാര്യം ശരിയാവുകയില്ല. ഈ രൂപത്തിൽ ചില ആളുകൾ പറയാറുണ്ട്. മുസ്ലിം അത് പറയാൻ പാടില്ല. രാവിലെ കണ്ടപ്പോൾ ആദ്യം കണ്ട കാഴ്ച അതോടെ എനിക്ക് തോന്നിയിട്ട് ഇന്നത്തെ ദിവസം തന്നെ പോക്കയിരിക്കും. പറയാൻ പാടില്ല, ദുഷ്യഗുണമാണ്. അങ്ങനെയുള്ള ശകുനത്തിൽ വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഒരു പൂച്ച കുറുകെ ചാടി യാത്ര പോകുമ്പോൾ എത്രയോ വലിയ വലിയ വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ കാണാം, വാഹനം അവിടെ നിർത്തും. എന്തിനു വേണ്ടിയാണ്? വേറെ ഏതെങ്കിലും വണ്ടി പോട്ടെ, എന്നിട്ട് ഞാൻ പോകാം. സുബ്ഹാനല്ലാഹ്, ഇത് ശിർക്കിന്റെ വിശ്വാസമാണ്. ഒരു മുസ്ലിമിന് അത്തരം വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അവൻ പറയുക, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുവേ, നീ നിശ്ചയിച്ച ശകുനമല്ലാതെ ഒരു ശകുനമില്ല, നീ നിശ്ചയിച്ച നന്മയല്ലാതെ ഒരു നന്മയില്ല, നിന്റെ നന്മയല്ലാതെ ഒരു നന്മയില്ല, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ചിലപ്പോൾ വന്നിങ്ങനെ കടന്നുപോയേക്കും. ഒന്ന് വന്ന് കടന്നുപോയാൽ അതിൽ തെറ്റില്ല. പക്ഷേ എപ്പോഴാണത് പ്രശ്നമാവുക? ആ ശകുനം നമ്മെ മുടക്കിയാലാണ്. നമ്മൾ തീരുമാനിച്ചൊരു കാര്യം അത് കണ്ടതിനാൽ മാറ്റുക, അപ്പോഴത് പ്രശ്നമാണ്. അതേസമയം പിശാച് വല്ല തോന്നലും മനസ്സിലുണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ നിന്ന് അത് എടുത്തു കളഞ്ഞാൽ അതിൽ തെറ്റില്ല. എന്നാൽ നല്ല പേരുകൾ, നല്ല വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അത് നബിക്ക് സന്തോഷം ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് സുഹൈൽ വരുമ്പോൾ നബി പറഞ്ഞത്, ഖദ് സഹുല ലക്കും മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യം അല്ലാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. സുഹൈലാണ് വന്നത്. സുഹൈലിന്റെ പേര് എളുപ്പം സൂചിപ്പിക്കുന്ന പേരാണ്. സഹൽ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ്. അങ്ങനെ സുഹൈൽ ഇബ്നു അമർ
കടന്നു വന്നു. സുഹൈലിനോട് ഖുറൈശികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സന്ധി എന്തുണ്ടാക്കിയാലും ഒരിക്കലും എന്തു ചെയ്യരുത്, ഈ വർഷം ഈ കൊല്ലം മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കാൻ പാടില്ല. അത് ഈ വർഷം അവർ വന്നാൽ ആളുകൾ പറയും അവർ നമ്മൾ ജയിച്ചു, മക്കയിലേക്ക് അവർ നമ്മുടെ സമ്മതമില്ലാതെ കടന്നു വന്ന് നമ്മളും ചെയ്ത് തിരിച്ചുപോയി, അത് നമ്മൾ പരാജയപ്പെട്ടു എന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ പരക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ വർഷം അനുവദിക്കാൻ പാടില്ല എന്ന് ഖുറൈശികൾ നേരത്തെ സുഹൈലിനോട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ ഈ വർഷത്തെ ഉംറ ആവശ്യപ്പെട്ടപ്പോൾ സുഹൈൽ ബിൻ അമർ പറഞ്ഞു, ഇല്ല, അത് സാധ്യമല്ല, ഈ വർഷം അത് സാധ്യമല്ല. കാരണം ആളുകൾ പറയാൻ പാടില്ല നിങ്ങൾ അതിക്രമിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്തി മക്കയിലേക്ക് കയറി എന്ന് പറയാൻ പാടില്ല, അതുകൊണ്ട് അടുത്ത വർഷം വന്നോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം തന്നെ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. കാരണം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ സഹാബിമാർ ഉറപ്പിച്ചിട്ടാണ് പുറപ്പെടുന്നത്, ഉംറ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കത് തന്നെ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമാധാനത്തിന്റെ ഏതൊരു നടപടിക്ക് അവർ ആവശ്യപ്പെട്ടാലും അത് ഞാൻ നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ധാരാളം ഖൈറുകൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഹുദൈബിയ സന്ധി മനസ്സിരുത്തി പഠിക്കേണ്ടവരാണ് നമ്മൾ. നല്ല രൂപത്തിൽ അത് മനസ്സിലാക്കേണ്ടവരാണ്. ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് നമുക്കതിലുള്ളത്. കാരണം അത് മുസ്ലിമീങ്ങളുടെ വികാരമിളക്കിവട്ട വികാരവിക്ഷുബ്ധമായ ഒരുപാട് രംഗങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഹുദൈബിയ സന്ധി. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. മുസ്ലിമീങ്ങളുടെ ദുഃഖം അങ്ങേയറ്റം ഉണ്ടായ, അവരെ പ്രയാസത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അതിലൂടെ ലഭിച്ചത് മഹാവിജയമാണ്. വലിയ തുറവിയാണ് അല്ലാഹു അതിലൂടെ മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു ആ സംഭവം? ഹുദൈബിയ സന്ധി എഴുതാൻ സുഹൈൽ ബിൻ അമർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധി എഴുതാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുതുക, ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക എന്ന് പറഞ്ഞു. സുഹൈൽ ബിൻ അമർ പറഞ്ഞു, അമ്മ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹി. റഹ്മാൻ എന്നാൽ എനിക്കറിയില്ല. ഖുറൈശികൾ അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നില്ല. വലാകിൻ ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, നിങ്ങൾ എന്തെഴുതുക, ബിസ്മിക അല്ലാഹുമ്മ. മുമ്പ് എഴുതാറുണ്ടായിരുന്നത് പോലെ എന്തെഴുതുക, ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുതുക. അതായിരുന്നു അവർ മുമ്പ് എഴുതാറുണ്ടായിരുന്നത്. മുമ്പ് എല്ലാവരും എഴുതാറുണ്ടായിരുന്നത് അതാണ്, ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹു നിന്റെ നാമത്തിൽ എന്ന്. ഇപ്പൊ മുസ്ലിമീങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ നമ്മൾ എഴുതുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബ് ബിസ്മിക അല്ലാഹ്, എഴുതിക്കൊള്ളൂ, ബിസ്മിക അല്ലാഹുമ്മ, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞു, ഹാദാ മാ ഖാദ അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹി സുഹൈൽ ഇബ്നു അംറിൻ. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ഇബ്നു അംറുമായി എഴുതി തയ്യാറാക്കുന്ന കരാറാണിത്, സന്ധിയാണിത്. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ് മാ സദദ്നാക അനിൽ ബൈതി വലാ ഖാതൽനാക. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അല്ലാഹുവിന്റെ ബൈത്ത് അതിലേക്ക് കടക്കാൻ കൂടാതെ നിങ്ങളെ ഞങ്ങൾ തടയുമായിരുന്നില്ല, നിങ്ങളോട് ഞങ്ങൾ യുദ്ധവും ചെയ്യുമായിരുന്നില്ല. വലാകിൻ ഉക്തുബ് ഇസ്മക വസ്മ അബീക്, നിങ്ങൾ എന്തെഴുതിക്കൊള്ളുക, മുമ്പ് എഴുതാറുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് എഴുതിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലറസൂലുള്ളാഹ് വഇൻ കദ്ദബ്തുമൂനി. അല്ലാഹുവാണ്, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ അവിശ്വസിച്ചാലും നിഷേധിച്ചാലും ഞാൻ അല്ലാഹുവിന്റെ റസൂലാൻ, എന്നാൽ എഴുതിക്കൊള്ളൂ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്.
മുഹമ്മദ് ബിൻ അബ്ദുല്ല തയ്യാറാക്കുന്ന എഴുതുന്ന കരാറെന്ന് എഴുതിക്കൊള്ളു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അലിയോട് പറഞ്ഞു അത് മായ്ക്കാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയ ഭാഗം മായ്ക്കാൻ അലി ബിൻ അബി ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയത് മായ്ക്കാൻ. അലി പറഞ്ഞു, അള്ളാഹുവാണ് നബിയെ, ഞാനത് മായ്ക്കുകയില്ല, എന്റെ കൈ കൊണ്ട് ഞാനത് മായ്ക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിനി മക്കാന, എങ്കിൽ അത് എഴുതിയ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായിക്കാൻ അറിയില്ല. അലി റളിയല്ലാഹു അൻഹു എഴുതിയത് കാണിച്ചു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയ ഭാഗം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് അത് മായ്ച്ചു. എന്നിട്ട് എന്തെഴുതാൻ പറഞ്ഞു? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് എഴുതാൻ പറയുകയുണ്ടായി. ഇങ്ങനെ സുൽഹ് എഴുതുകയാണ്. ഈ സുൽഹിലെ, ഈ സന്ധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? ഈ സന്ധിയിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, തിരിച്ചു പോകണം. അടുത്ത വർഷം ഉംറക്ക് വരാം, എന്നിട്ട് 3 ദിവസം മക്കയിൽ കഴിയാം. വരുമ്പോൾ യാത്രക്കാരൻ കയ്യിൽ കരുതുന്ന ആയുധമല്ലാതെ, അറബികൾ സാധാരണ യാത്ര പോകുമ്പോൾ കയ്യിൽ കരുതുന്ന ആയുധമല്ലാതെ മറ്റൊരായുധവും എടുക്കാൻ പാടില്ല. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 10 വർഷക്കാലം ഇനി ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ സന്ധിയിലാണ്, യുദ്ധമുണ്ടാവുകയില്ല, പരസ്പരം യുദ്ധം ചെയ്യുകയില്ല. ഇതായിരുന്നു സന്ധിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഖുറൈശികളും മുസ്ലിമീങ്ങളും ഈ രണ്ടു കൂട്ടരിൽ ആരുടെ കൂടെ ഏതെങ്കിലും ഒരു ഗോത്രത്തിന് ചേരണമെന്നുണ്ടെങ്കിൽ ചേരാം. ഒരു ഗോത്രത്തിന് മുസ്ലിമീങ്ങളുടെ കൂടെ, മുസ്ലിമീങ്ങളുടെ കക്ഷിയിൽ ചേരണമെങ്കിൽ അങ്ങനെ ചേരാം. ഖുറൈശികളുടെ കക്ഷിയിൽ ചേരണമെങ്കിൽ അങ്ങനെ ചേരാം. എന്നിട്ട് ഈ കക്ഷികൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല, അവരും സന്ധിയിൽ ഉൾപ്പെടും. ഇവരും സന്ധി ലംഘിക്കാൻ പാടില്ല. സന്ധി ലംഘിച്ചാൽ ഈ കരാർ പൊളിച്ച അവസ്ഥയിൽ ആയിത്തീരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉടനെ ഖുസാഅ ഗോത്രം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരിലെ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ഒക്കെ അവരുടെ കൂറ് നബിയോടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുസ്ലിമീങ്ങളുടെ കക്ഷിയിൽ ചേർന്നു. ബനു ബക്കർ എന്നുപേരുള്ള ഗോത്രം ഖുറൈശികളുടെ കൂടെ ചേർന്നു. ഈ രണ്ട് ഗോത്രങ്ങളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് പിന്നീട് പ്രശ്നമുണ്ടാകുന്നത്. അതാണ് പിന്നീട് ഈ കരാർ പൊളിയുന്ന അവസ്ഥയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് സൈന്യവുമായി ചെല്ലുന്നതിലേക്കും നയിക്കുന്നത്. ഖുസാഅ ഗോത്രം നബിയുടെ കൂടെ ചേർന്നു, ബനു ബക്കർ ഖുറൈശികളുടെ കൂടെ ചേർന്നു. ഇതായിരുന്നു സന്ധിയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം, സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ, അവരെ ഏറെ വേദനിപ്പിച്ച സന്ധിയിലെ നിബന്ധന അതായിരുന്നു. എന്താണത്? മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഖുറൈശികളുടെ കൂടെ പോയി ചേർന്നാൽ, അതാരാണ് അങ്ങനെ പോവുക? ഒരുവൻ മുർത്തദ്ദായിട്ടാണ്, കാഫറായിട്ടാണ് ഖുറൈശികളുടെ കൂടെ പോയി ചേരുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും പോയി ചേർന്നാൽ ഖുറൈശികൾക്ക് അവനെ സ്വീകരിക്കാം. എന്നാൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ കൂടെ ചെല്ലാൻ വേണ്ടി വന്നാൽ മുസ്ലിമീങ്ങൾ അവനെ മദീനയിൽ സ്വീകരിക്കാൻ പാടില്ല, അവനെ തിരിച്ചയക്കണം. മക്കക്കാരുടെ അരികിലേക്ക്, മുശ്രിക്കുകളുടെ അരികിലേക്ക്, മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകളുടെ അരികിലേക്ക് തിരിച്ചയക്കണം. യാ സുബ്ഹാനല്ലാഹ്, ഈ സന്ധി, ഈ ഒരു നിബന്ധന ഹുദൈബിയ സന്ധിയിലെ ഏറ്റവും കടുത്ത, മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ നിബന്ധനകളിൽ ഒന്നായിരുന്നു. ഈ സന്ധി തീരുമാനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുഹൈലും ഇത് സംസാരിച്ചപ്പോൾ അതാ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ചങ്ങലകളിൽ ബന്ധിതനായിക്കൊണ്ട് പ്രയാസപ്പെട്ട് സന്ധി എഴുതുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം, ബൈനമൽ കിതാബു യുക്തബ്, സന്ധി എഴുതി വെച്ചുകൊണ്ടിരിക്കെ അതാ വരികയാണ് അബൂ ജന്ദൽ ഇബ്നു സുഹൈൽ ഇബ്നു അമർ. അബൂ ജന്ദൽ ആരാണ്? മുസ്ലിമായ ആളാണ്. ഈ സന്ധി എഴുതാൻ വന്നിരിക്കുന്ന സുഹൈൽ ഇബ്നു അമറിന്റെ മകനാണ്. അദ്ദേഹത്തെ മുശ്രിക്കുകൾ ചങ്ങലയിൽ ബന്ധിച്ച്
ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ ശിക്ഷാമുറകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയോ രക്ഷപ്പെട്ട് ചങ്ങലകളിൽ പ്രയാസപ്പെട്ട് എങ്ങനെയാണ് വരുന്നത്? ചങ്ങലയിൽ ഏന്ന് വരികയാണ്. മക്കയുടെ താഴ്ഭാഗത്ത് നിന്ന് എങ്ങനെയോ ഈ ഭാഗത്തേക്ക് മുസ്ലിമീങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതാണ്. അബൂജന്തലിനെ കണ്ട ഉടനെ കരാർ എഴുതിക്കൊണ്ടിരിക്കുന്ന സുഹൈൽ ഇബ്നു അമർ അങ്ങോട്ട് ചെല്ലുകയും അബൂജന്തലിന്റെ മുഖത്തടിക്കുകയും ചെയ്യുക. എന്നിട്ട് അബൂജന്തലിന്റെ വസ്ത്രങ്ങൾ കൂട്ടിപ്പിടിച്ച്, ഒരാളെ മുറുക്കെ വസ്ത്രം കൊണ്ട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഹാദാ അവ്വലു മാ ഉഖാദിക അലൈഹി അൻ തറുദ്ദഹു ഇലൈഹി. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഈ കരാർ പ്രകാരം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണമെന്ന് ഇവന്റെ കാര്യത്തിലാണ് എനിക്ക് ആദ്യം ആവശ്യപ്പെടാനുള്ളത്. ഈ കരാർ പാലിക്കാൻ അബൂജന്തലിന്റെ കാര്യത്തിൽ ഞാനിതാ ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് പറഞ്ഞു, ഇന്നാ ലം നഖ്ദിൽ കിതാബ ബഅദ്. ഈ കിതാബ് നമ്മൾ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനോട് പറയുകയാണ്, ഈ കരാർ നമ്മൾ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. സുഹൈൽ പറഞ്ഞു, ഫവല്ലാഹി ഇദൻ ലം ഉസാലിഹ്ക അലാ ശൈഇൻ അബദ. അങ്ങനെയാണോ എങ്കിൽ ഒരു കരാറുമില്ല, ഒരു സന്ധിയുമില്ല, ഒരു സന്ധിക്കുമെങ്കിൽ ഞാൻ തയ്യാറല്ല എന്ന് സുഹൈൽ ഇബ്നു അമർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു, ഫഅജിസ്ഹു ലി. എങ്കിൽ സുഹൈൽ, സന്ധി ശരി, ഈ അബൂജന്തലിന്റെ കാര്യം മാത്രം എനിക്കൊന്ന് ഒഴിവാക്കി തന്നാൽ, ഒരാളുടെ കാര്യം മാത്രം അതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തന്നാലും. സുഹൈൽ ഇബ്നു അമർ പറഞ്ഞു, മാ അന ബിമുജീസിഹി ലക്. ഇല്ല, അബൂജന്തലിനെ നിനക്ക് വിട്ടുതരുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കാൻ, ബല ഫഫഅൽ. അല്ല, അബൂജന്തലിനെ വിട്ടു തന്നാൽ. സുഹൈൽ ഇബ്നു അമർ പറഞ്ഞു, മാ അന ബിഫഅൽ. അല്ല, ഞാൻ ചെയ്യുന്ന പ്രശ്നമില്ല. ആ സമയത്ത് സുഹൈൽ ഇബ്നു അമറിന്റെ കൂടെ സന്ധി എഴുതാൻ വന്ന ഒരാളുണ്ടായിരുന്നു, അപ്പുറത്തുനിന്ന് വന്നതാണ്, മിക്രസ്. മിക്രസ് പറഞ്ഞു, ബലാ ഖദ് അജസ്നാഹു ലക്. അല്ല മുഹമ്മദ്, അബൂജന്തൽ ഞങ്ങൾ വിട്ടുതരാം. മിക്രസ് പറഞ്ഞു. പക്ഷേ സുഹൈൽ ഇബ്നു അമർ അതുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. കൂടെ വന്ന ആൾ വിട്ടുതരാം എന്ന് പറഞ്ഞതുപോലും സുഹൈൽ ഇബ്നു അമർ അംഗീകരിക്കാൻ തയ്യാറായില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ നിലനിൽക്കാൻ, ഹുദൈബിയ സന്ധി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അബൂജന്തലിനെ വിട്ടുകൊടുക്കാൻ സന്നദ്ധനാവുകയാണ്. അങ്ങനെ അബൂജന്തൽ ഈ സമയത്ത് മുശ്രിക്കീങ്ങളുടെ കൂടെ ഞാൻ വീണ്ടും പോകേണ്ടി വരും എന്ന് വന്നപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയുക, യാ മഅശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, ഉറദ്ദു ഇലൽ മുശ്രിക്കീൻ, എന്നെ നിങ്ങൾ മുശ്രിക്കുകളുടെ കൂടെ തിരിച്ചയക്കുകയോ, വഖദ് ജിഅ്തു മുസ്ലിമൻ, ഞാൻ മുസ്ലിമായി വന്നിട്ടുണ്ട്, മുസ്ലിമായി വന്ന എന്നെ മുശ്രിക്കുകളുടെ കൂടെ നിങ്ങൾ തിരിച്ചയക്കുകയോ, അലാ തറൗന മാ ഖദ് ലഖീത്, നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എന്തൊക്കെയാണ് സഹിച്ചത്, എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്, എന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ. وكان رضي الله عنه قد عذب عذابا شديدا في الله. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കടുത്ത പീഡനങ്ങൾ, കടുത്ത ശിക്ഷാമുറകൾ ഏൽക്കേണ്ടി വന്ന ആളാണ് അബൂജന്തൽ റളിയല്ലാഹു അൻഹു. ആ സ്ഥിതിയിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്തലിനോട് പറഞ്ഞു, യാ അബൂജന്തൽ, അബൂജന്തൽ ഇസ്ബിർ വഹ്തസിബ്, നീ ക്ഷമിക്കുക, നീ അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. فإن الله عز وجل جاعل لك ولمن معك من المستضعفين فرجا ومخرجا. അല്ലാഹു നിനക്കും നിന്നെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും പോംവഴിയും ഒരു തുറവിയും ഏർപ്പെടുത്തി തരുന്നതാണ്. ഇന്നാ ഖദ് അഖദ്നാ ബൈനനാ വബൈനൽ ഖൗമി സുൽഹൻ, ഞങ്ങൾ ഈ ആളുകളുമായി ഒരു സന്ധി ചെയ്തിരിക്കുന്നു. ഫഅതൈനാഹും അലാ ദാലിക വഅഖൗനാ അലൈഹി അഹദൻ വഇന്നാ ലൻ നഖ്ദിറ ബിഹി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറിലാണ്, അത് ലംഘിച്ച് അവരോട് ചതി ചെയ്യാൻ നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ അബൂജന്തൽ മുശ്രിക്കുകളുടെ കൂടെ പോകേണ്ടി വരികയാണ്. അബൂജന്തൽ പോകുമ്പോൾ കണ്ട് സഹിക്കാൻ സാധിക്കാതിരുന്ന
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇസ്ബിർ യാ അബാ ജഹൽ, അബൂജഹൽ ക്ഷമിക്കുക, ഫഇന്നമാ ഹുമുൽ മുശ്രികൂൻ, ഇത് മുശ്രിക്കുകളാണ്, വഇന്നമാ ദമു അഹദിഹിം ദമു കൽബ്, ഇവരുടെ രക്തം എന്നാൽ ഒരു കൽബിന്റെ രക്തം പോലെയാണ്. ഉമർ എന്ത് ചെയ്യുകയാണ്? ഉമർ പറയുന്നു, ഞാൻ എന്റെ വാളിന്റെ തല അബൂജഹലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ വാള് നിൽക്കുന്ന ഭാഗം അബൂജഹലിന്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ നിന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചു പോയി, അബൂജഹൽ എന്റെ വാൾ അതൂരിയെടുത്ത് അവന്റെ പിതാവിനെ വധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനുവേണ്ടി എന്റെ വാൾ അബൂജഹലിന് കിട്ടുന്ന രൂപത്തിൽ അടുത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ അബൂജഹൽ സുഹൈൽ ബിൻ അമർ അദ്ദേഹത്തിന്റെ കൂടെ, പിതാവിന്റെ കൂടെ തന്നെ പോവുകയാണ്. മുസ്ലിമീങ്ങൾ ഈ കടുത്ത പ്രയാസം, അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട്, അവർക്ക് താങ്ങാൻ സാധിക്കാത്ത ഈ ഒരവസ്ഥ ഹുദൈബിയയിൽ നേരിടുകയാണ്. ആ ദിവസത്തെ തന്നെ സഹാബിമാർ പിന്നീട് അബൂജഹലിന്റെ ദിവസമെന്ന് വിശേഷിപ്പിച്ചത്, യൗമു അബീ ജഹൽ, അബൂജഹലിന്റെ ദിവസമെന്ന്. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായെങ്കിലും മുസ്ലിമീങ്ങൾക്ക് ഈ സന്ധി പിന്നീട് വലിയ നന്മയും വലിയ വിജയവുമാണ് ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പ്രയാസകരമായ സമയത്ത് മുസ്ലിമീങ്ങൾ അങ്ങേയറ്റത്തെ ദുഃഖത്തിലും വ്യസനത്തിലും അമർഷത്തിലുമായിരുന്നു. നിങ്ങൾ അതിന്റെ ആ വൈകാരികമായ അങ്ങേയറ്റത്തെ പ്രയാസത്തിന്റെ സ്ഥിതി നമുക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തെ പ്രതികരണങ്ങളിൽ കാണാം. ആ മഹാനായ സഹാബി ഉമർ റളിയല്ലാഹു അൻഹു ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ്, അലസ്ത നബിയല്ലാഹി ഹഖൻ, നിങ്ങൾ ശരിക്കും അല്ലാഹുവിന്റെ റസൂലല്ലേ? യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിന്റെ റസൂലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ. ഉമർ ചോദിച്ചു, അലസ്ന അലൽ ഹഖി വഅദൂന അലൽ ബാതിൽ, നമ്മൾ സത്യത്തിലും നമ്മുടെ ശത്രുക്കൾ ബാതിലിലുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ. ഉമർ ചോദിച്ചു, ഫലിമ നുഅതി ദനിയത ഫീ ദീനിനാ ഇദൻ, പിന്നെന്തുകൊണ്ടാണ് ഈ ദീനിൽ നമ്മൾ താഴെയും അവർ മുകളിലുമാകുന്നത്? നമുക്ക് ഈ തോൽവി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലസ്തു അസീഹ്, ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല. വഹുവ നാസിറി, അല്ലാഹുവാണ് എന്റെ സഹായി, അല്ലാഹു എന്നെ സഹായിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ചോദിക്കുന്നു, അവലൈസ കുൻത തുഹദ്ദിസുനാ അന്നാ സനഅതിൽ ബൈത ഫനതൂഫു ബിഹി, നബിയെ, താങ്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കഅബയിലേക്ക് ചെല്ലുമെന്നും എന്നിട്ട് കഅബ തവാഫ് ചെയ്യുമെന്നും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫഅഖ്ബർതുക അന്നാ നഅതിഹിൽ ആം, പക്ഷേ ഈ വർഷം നമ്മൾ അത് ചെയ്യുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉമർ പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ആതീഹി വമുതവ്വിഫുൻ ബിഹി, എങ്കിൽ നീ അല്ലാഹുവിന്റെ ബൈത്തിൽ കഅബയിൽ പ്രവേശിക്കുന്നതാണ്, നീ കഅബ തവാഫ് ചെയ്യുന്നതാണ്. ഉമർ പറഞ്ഞു, ഫഅതൈതു അബൂബക്കർ, ഉമർ പറയുകയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബൂബക്കർ, ഓ അബൂബക്കർ, അവലൈസ ഹാദാ നബിയുല്ലാഹി ഹഖ, ഇദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിന്റെ റസൂലല്ലേ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ബല, അതെ. ഉമർ ചോദിച്ചു, അലസ്ന അലൽ ഹഖ് വഅദൂന അലൽ ബാതിൽ, നമ്മൾ ഹഖിലും നമ്മുടെ ശത്രുക്കൾ ബാതിലിലുമല്ലേ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ബല, അതെ. ഉമർ പറഞ്ഞു, ഫലിമ നുഅതു ദനിയത ഫീ ദീനിനാ ഇദൻ, പിന്നെന്തുകൊണ്ടാണ് ഈ ദീനിൽ നമുക്ക് ഈ രൂപത്തിലുള്ള താഴ്മയും പരാജയവും ഉണ്ടാകുന്നത്? അബൂബക്കർ പറഞ്ഞു, അയ്യുഹർ റജുൽ, ഹേ മനുഷ്യ, ഇന്നഹു ലറസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. വലൈസ യഅസി റബ്ബഹ്, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ തന്റെ റബ്ബിനെ ധിക്കരിക്കുകയില്ല. വഹുവ നാസിറുഹ്, റബ്ബ് നബിയെ സഹായിക്കുന്നതാണ്. ഫസ്തംസിക് ബിഗർസിഹി, നീ ആ നബിയുടെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊള്ളുക. ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖിലാണ്, സത്യത്തിലാണ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ മറുപടിയാണ് അബൂബക്കർ പറയുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തൗഫീഖാണ് നബി പറഞ്ഞ അതേ മറുപടി പറയാൻ സാധിക്കുക എന്നത്. ഉമർ ചോദിച്ചു, അലൈസ കാന യുഹദ്ദിസുനാ അന്നാ സനഅത്തിൽ ബൈത വനതൂഫു ബിഹി, റസൂൽ നമ്മോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കഅബയിലേക്ക് ചെല്ലുമെന്ന്, എന്നിട്ട് തവാഫ് ചെയ്യുമെന്ന്? അബൂബക്കർ പറഞ്ഞു, ബല, അതെ. അഫ അഖ്ബറക അന്നക തഅതിഹി അൽആം, ഈ വർഷം അത് ചെയ്യുമെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ഉമർ പറഞ്ഞു, ഇല്ല. അബൂബക്കർ ചോദിച്ചു, ഫഇന്നക ആതീഹി വമുതവ്വിഫുൻ ബിഹി, എങ്കിൽ നീ കഅബയിലേക്ക് ചെല്ലുന്നതാണ്, നീ തവാഫ് ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേപോലെയുള്ള വാക്കുകൾ ഉമറിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പിന്നീട് അന്ന് ഞാൻ പറഞ്ഞുപോയ ആ കടുത്ത വാക്കുകൾ അള്ളാഹു എനിക്ക് പുറത്തു തരാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. അത് അള്ളാഹു എനിക്ക് പുറത്തു തരാൻ അന്ന് ഞാൻ പറഞ്ഞു പോയതിന്റെ പേരിൽ അത് അള്ളാഹു എനിക്ക് പുറത്തു തരാൻ ഞാൻ നോമ്പെടുക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ദാനധർമ്മങ്ങൾ ചെയ്യുകയും നിസ്കരിക്കുകയും അടിമകളെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞുപോയ ആ വാക്ക് അത് പറഞ്ഞുപോയതുകൊണ്ടുള്ള പേടി കാരണക്കാൾ ഇത്രയും പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ നേരിട്ട സംഭവമായിരുന്നു ഹുദൈബിയ സന്ധി. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അചഞ്ചലമായ പതറാത്ത നിൽപ്പ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് നോക്കൂ നിങ്ങൾ. കാരണം അല്ലാഹുവിന്റെ വഹ്യാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ഖൈറാണ്. അതിലൊരിക്കലും അബദ്ധം സംഭവിക്കുകയില്ല. അതിൽ താൽക്കാലികമായ പ്രയാസങ്ങളും പരാജയവും ആളുകൾക്ക് തോന്നിയാലും അതിന് പിന്നാലെ വരാനുള്ളത് വിജയമാണ്. ഇത് സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. ഏതേത് ഫിത്നകളും കുഴപ്പങ്ങളും ബഹളങ്ങളുമെല്ലാം ഉണ്ടായാലും ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ നിന്ന് നമ്മൾ വഴിതെറ്റിക്കൂടാ, വേർതിരിഞ്ഞു പോകാൻ പാടില്ല. ഫിത്നകൾ വരുമ്പോൾ അങ്ങനെയാണ്, കൊടുങ്കാറ്റുകൾ കണക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കും. പല മരങ്ങളും കടപുഴകി വീഴും, പലരും തകർന്നു പോകും. പൊടിപാറിയ സമയമായിരിക്കും. എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധ്യമല്ല. എന്നാൽ ആ സമയത്ത് ദീനിന്റെ ഉസൂലുകൾ, അടിസ്ഥാന പാഠങ്ങളുണ്ട്, നമ്മുടെ മൻഹജുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച മുൻഗാമികൾ കടന്നുപോയ ആ മൻഹജ്, സലഫുകളുടെ മൻഹജ്, അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ എന്താണ് സംഭവിക്കുക? ഈ പൊടി അടങ്ങും, ഈ കാറ്റൊക്കെ അടങ്ങും. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. അന്ന് കടപുഴകിപ്പോയ, വെള്ളത്തിലൊഴിച്ചുപോയ, ദീൻ ഉപേക്ഷിച്ചു പോയ, നിലപാടുകൾ തെന്നിപ്പോയ ആളുകളുടെ കൂടെ നമ്മൾ ഉൾപ്പെടുകയില്ല. നമുക്ക് സമാധാനിക്കാൻ സാധിക്കും. എന്നാണ് ഖൈറുള്ളത്. ഫിത്നകൾ, കുഴപ്പങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ പഠിച്ച അടിസ്ഥാന പാഠങ്ങൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ വികാരങ്ങൾക്കോ അല്ല യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളത്. അള്ളാഹുവിന്റെ ദീൻ എന്തു പഠിപ്പിച്ചോ ആ നിലപാടിനാണ് യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളത്. സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പിൽക്കാലത്ത് സുഫീൻ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിമീങ്ങളോട് പറയുകയുണ്ടായി. മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായ ഒരു യുദ്ധമായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഇത്തഹിമു റഅയക്കും, ഓ ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, നിങ്ങളുടെ തോന്നലുകളുണ്ടല്ലോ, അതെപ്പോഴും നിങ്ങൾ സംശയത്തോടെയാണ് വീക്ഷിക്കേണ്ടത്. നിങ്ങൾ തോന്നിയ അനുസരിച്ച് അങ്ങനെ ചെയ്യുക, വികാരത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക, അതല്ല വേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ഫലഖദ് റഅയ്തുനി യൗമ അബി ജന്ദൽ, അബൂജന്ദലിന്റെ ദിവസം. നോക്കൂ, ഹുദൈബിയ സന്ധിയുടെ ദിവസത്തെ സഹാബിമാർ വിശേഷിപ്പിക്കുന്ന അബൂജന്ദലിന്റെ ദിവസം എന്നാണ്. കാരണം അബൂജന്ദലിന്റെ ആ സംഭവം ആയിരുന്നു അവർക്കതിൽ ഏറ്റവും പ്രയാസകരമായ കടുത്ത അനുഭവം അതായിരുന്നു. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂജന്ദലിന്റെ ആ ദിവസം, വലൗ അസ്തതിഉ അൻ അറുദ്ദ അംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറദത്തു, നബിയുടെ കൽപ്പന തള്ളിക്കളയാൻ എനിക്കന്ന് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അത്രയും ആ കാര്യത്തിൽ ഉള്ള തീരുമാനം ശരിയല്ലായിരുന്നു എന്നായിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നിയത്. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത്? പിന്നീട് എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എന്ത് തീരുമാനിച്ചോ അതാണ് നന്മയായി മാറിയത്.
ഖുറൈശികൾ ഈ പറഞ്ഞ തീരുമാനം, മുസ്ലിമീങ്ങളെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കുകയില്ല, മുസ്ലിം ഒരാൾ അങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം, ഈ തീരുമാനമായിരുന്നു അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി മാറി. അവർ തന്നെ നബിയുടെ അരികിൽ വന്ന് ഇതൊന്ന് മാറ്റി തരണം എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദീകരിക്കാം. ഈ രൂപത്തിൽ പിന്നീട് സംഭവിച്ചു. യഥാർത്ഥത്തിൽ അതിലായിരുന്നു നന്മ ഉണ്ടായിരുന്നത് എന്ന് സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? മുസ്ലിമീങ്ങളോട് ഇതോടെ പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളെ, ബലിമൃഗങ്ങളെ അറക്കുക, മുടിയെടുക്കുക, തിരിച്ചു പോകാൻ വേണ്ടി. ഉംറയില്ല, ഉംറ ചെയ്യാൻ വന്നവരാണ്, ഉംറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. സഹാബിമാർ, ആ മഹാന്മാരായ സഹാബിമാർ ആരും ഒന്നും ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും കൽപ്പിച്ചു, ആരും ഒന്നും ചെയ്യുന്നില്ല. മൂന്നാമതും കൽപ്പിച്ചു, ആരും ഒന്നും ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തോടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക്, ഭാര്യയുടെ അരികിലേക്ക് ചെന്നു, കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, നബിയെ, അവരെല്ലാം താങ്കൾ അനുസരിക്കണോ? ഒരു കാര്യം ചെയ്താൽ മതി, പുറത്തിറങ്ങുക, ഒന്നും മിണ്ടരുത്. ഒന്നും മിണ്ടാതെ നബിയെ അങ്ങയുടെ ബലിമൃഗത്തെ അറക്കുക, അങ്ങ് മുടിയെടുക്കുന്ന ആളെ വിളിച്ച് മുടിയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ചെയ്തു. പുറത്തിറങ്ങി, ആരോടൊന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബലിമൃഗത്തെ അറുത്തു. മുടിയെടുക്കുന്ന ആളെ വിളിച്ച് നബിയുടെ മുടി കളഞ്ഞു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെല്ലാവരും അതുപോലെ ചെയ്യുക. അവർ പ്രയാസത്തോട്, സങ്കടത്തോടെ അവരുടെ ബലിമൃഗത്തെ അറുത്തു. അവർ ഓരോരുത്തർ മറ്റൊരാളുടെ മുടിയെടുത്തു കൊടുക്കുകയാണ്. ഹദീസുകളിൽ കാണാം, പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ടുകൊണ്ട്, മുടിയെടുക്കുന്ന കത്തി കൊണ്ട് അവർ ആളെ മുറിച്ചു കളയും എന്ന രൂപത്തിലായിരുന്നു അവർ മുടിയെടുത്തിരുന്നത്. മുടിയെടുത്തു കൊടുക്കുമ്പോൾ മറ്റേ ഇപ്പൊ ഇയാൾ കത്തി കൊണ്ട് കൊന്നേക്കും എന്ന് തോന്നുന്ന രൂപത്തിൽ അത്രയും പ്രയാസങ്ങൾ മനസ്സിൽ വീർപ്പുമുട്ടിയ നിലയിലായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും അത് ചെയ്തത്. അങ്ങനെ അവർ ബലിമൃഗത്തെ അറുത്ത് മുടിയെടുത്ത് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് അവതരിപ്പിക്കുകയാണ്. എന്താണ് ആ സൂറത്തിന്റെ പേര്? അൽ ഫത്ഹ്. എന്താണ് ആ സൂറത്തിന്റെ തുടക്കം? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. നബിയെ, താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. എന്താണ് നൽകിയത്? വിജയം നൽകിയിരിക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക. നബിയെ, നാം താങ്കൾക്ക് മഹാവിജയം നൽകിയിരിക്കുന്നു. ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയം നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. ഉമറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് കേൾപ്പിച്ചു കൊടുത്തു. ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫത്ഹുഹു, അല്ലാഹുവിന്റെ റസൂൽ, ഇത് വിജയമാണോ? ഇത് വിജയമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇത് വിജയമാണ്. ഫതാബത് നഫ്സു ഉമർ, ഉമറിന്റെ മനസ്സ് അതോടെ നേരെയാവുകയാണ്. സന്തോഷം ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നുകയാണ്. നിങ്ങൾ ആ സൂറത്തുൽ ഫത്ഹിലെ ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. സൂറത്തുൽ ഫത്ഹിലെ മനോഹരമായ ആയത്തുകൾ ആ സൂറത്തിൽ നമുക്ക് കാണാം. ലഖദ് സദഖല്ലാഹു റസൂലഹു الرؤيا بالحق. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കാണിച്ചു കൊടുത്ത സ്വപ്നം അത് സത്യമാണ്. അല്ലാഹു സത്യമാണ് കാണിച്ചു കൊടുത്തത്. ലതദ്ഖുലുന്ന المسجد الحرام إن شاء الله آمنين. നിർഭയരായി നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മുഹല്ലിഖീന റഊസകും വമുഖസ്സിരീന ലാ തഖാഫു. നിങ്ങൾ മുടി മൊട്ടയടിക്കും, മുടി മുറിക്കും, ഒരാളെയും നിങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഖുറൈശികൾ ആ സന്ധിയിൽ മായ്ക്കാൻ പറഞ്ഞ ശ്രേഷ്ഠമായ വാചകം മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന വാചകം ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, ഈ സൂറത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഖുറൈശികൾ ആ സന്ധിക്കിടയിൽ അത് മായ്ച്ചു കളഞ്ഞിട്ട് എന്ത് കാര്യം? ഖിയാമത്ത് നാൾ വരെ ലോകത്ത് പാരായണം ചെയ്യപ്പെടുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ യഥാർത്ഥ തിരുദൂതനാണ്. എന്നിട്ട് സഹാബത്തിനെ കുറിച്ചുള്ള പ്രശംസയാണ് പിന്നീട്. വല്ലദീന മഅഹു ശിദ്ദാഉ അലൽ കുഫാർ
റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന സഹാബത്തിനെ കുറിച്ചുള്ള പ്രശംസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ വലിയ സന്തോഷമായി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫത്ഹ് ഇറങ്ങി. ആ സൂറത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള ആയത്താണ് ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നബിയെ, താങ്കൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. മർജിഅഹു മിനൽ ഹുദൈബിയ, ഹുദൈബിയയിൽ നിന്ന് വരുമ്പോഴാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് നസലത് അലയ്യ ആയത്തുൻ അഹബ്ബു ഇലയ്യ മിമ്മ അലൽ അർദ്. ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമായ ഒരു ആയത്ത് ഇതാ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പുറത്തു നൽകിയിരിക്കുന്നു എന്ന ആയത്താണ്. നബി അത് സഹാബത്തിന് ഓതിക്കൊടുത്തു. സഹാബത്ത് പറഞ്ഞു, ഹനീഅൻ മരീഅൻ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. ലഖദ് ബയ്യനല്ലാഹു ലക മാദാ യുഫഅലു ബിക, അല്ലാഹു താങ്കളെ എന്തു ചെയ്യുമെന്ന് അല്ലാഹു അറിയിച്ചു തന്നു. ഫമാദാ യുഫഅലു ബിനാ, അല്ലാഹു ഞങ്ങൾ എന്താണ് ചെയ്യുക? പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിലെ തൊട്ട് ശേഷമുള്ള ആയത്തുകൾ എങ്ങനെയാണ്? ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ മുഅ്മിനുകളെ, അവരിൽ ആദ്യം ഉൾപ്പെടുക ആരാണ്? സഹാബിമാരാണ്. അവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതുപോലെ അവർക്ക് വമ്പിച്ച വിജയം അല്ലാഹു നൽകുന്നതാണ്. സഹാബത്തിന് ഈ സൂറത്ത് മുഖേന വലിയ സന്തോഷമുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ ഭൗതികമായ വിജയവും ഭൗതികമായ ജയപരാജയങ്ങളും അവിടെ മാറ്റിവെച്ചാലും മുഅ്മിനുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ശത്രുക്കൾക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ഒന്ന് പ്രതീക്ഷിക്കാനുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അവന്റെ പാപമോചനമാണ്, സ്വർഗമാണ്. ഫൗസുൻ അളീം, ഏറ്റവും വലിയ വിജയം. അള്ളാഹു പരലോകത്ത് നൽകുന്ന ഉന്നതമായ സ്ഥാനം, ഇത് നമുക്ക് മാത്രമാണ് ലോകത്ത് പ്രതീക്ഷിക്കാറുള്ളത്, മുസ്ലിമീങ്ങൾക്ക് മാത്രം. അള്ളാഹുവിനും അവന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നവർക്ക്, പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വേദനകൾ യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് സൗഭാഗ്യവും സന്തോഷവുമായി മാറാനുള്ളതാണ്. ആ ആശ്വാസം നമുക്കുണ്ടാകണം. ആ പ്രതീക്ഷ ഒരിക്കലും മുസ്ലിമീങ്ങൾ കൈവടിയരുത്. അള്ളാഹു ഈ ദുനിയാവ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ നമുക്ക് പ്രയാസങ്ങൾ നിശ്ചയിച്ചേക്കും. അതെന്തിനു വേണ്ടിയാണ്? മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. അവർ പരലോകം പ്രതീക്ഷിക്കാൻ, അള്ളാഹുമായുള്ള ആ കൂടിക്കാഴ്ച പ്രതീക്ഷിക്കാൻ. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് അതിനുശേഷം അവതരിക്കുകയുണ്ടായത്. ഇതാണ് ഹുദൈബിയ സന്ധിയുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اجمعنا في جنتك مع نبيك محمد صلى الله عليه وسلم وأصحابه ومع النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.